ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ബൈജു ആണ്. ഒപ്പം എന്റെ 2 മക്കളുണ്ട്. ഇന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ സെനമോളുടെ 2ാം പിറന്നാളാണ്. അല്ലോടെ പറഞ്ഞ 2ാം പിറന്നാളാണ്. 2ാം പിറന്നാളാണ്. അപ്പോ ഇന്നിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം നമ്മൾ ഇന്നൊക്കെ ആയിട്ട് ബേക്കറികളിൽ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയും കേക്ക് അവൈലബിൾ അല്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ COVID-19 ഭാഗമായിട്ട് പല കടകളും തുറക്കാത്തൊരു വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേക്ക് കിട്ടാതിരുന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. പറയട്ടെ, എന്തെങ്കിലും പോയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നടക്കുമെന്നറിയില്ല, നടന്നു എന്താ നോക്കാം. വളരെ കുറഞ്ഞ ചെലവില് വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമ്മൾ വീട്ടിനകത്ത് ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കേക്കൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും റെഡിയാണ്. നമുക്ക് എന്തായാലും നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട്, വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സംഭവങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെ കേക്ക് ഉണ്ടാക്കിയെടുക്കും വീട്ടിൽ നിന്നാണ്. ഓക്കെ. പരീക്ഷണ പരിപാടി തുടങ്ങുകയാണ്. ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ പറയാം. ഓറിയോ ബിസ്ക്കറ്റ് 2-3 പാക്കറ്റ് മതിയാവും. ഓറിയോ ആണ് ബിസ്ക്കറ്റ്. ഒപ്പം ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് പൗഡർ കൂടാതെ ബട്ടർ, അമൂലിന്റെ അൺസാൾട്ടഡ് ബട്ടർ ആണ്. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് എന്തായാലും പരീക്ഷണമല്ലേ, പരീക്ഷണം നടത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ലാവിഷായിട്ട് പരീക്ഷണം നടത്തുമെന്ന് വിചാരിച്ചു. 1/2 കപ്പ് പാലും കൂടെ ഇതിനകത്ത് വേണം. ശരിക്കും പറഞ്ഞാൽ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല, ആർഭാടങ്ങളില്ല. നമുക്കറിയാം കൊറോണ രീതിയിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ജാഗ്രതയിൽ തന്നെയാണ്, വീടിനകത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു പിറന്നാൾ സുദിനമായതുകൊണ്ട് തന്നെ ഒരു കേക്കിൽ ഒതുക്കുകയാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് എടുത്തിടാം. ഈ ഓറിയോ ബിസ്ക്കറ്റ് ശരിക്കും പാല് നമ്മൾ മാറ്റി വെച്ച 1/2 പാക്കറ്റ് പാലാണ്. ചെറുതായിട്ട് മിക്സ് ചെയ്യണം. വളരെ കുറഞ്ഞ അളവിൽ മെല്ലെ 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 മിക്സ് ചെയ്ത് മാറ്റണം. ഇതാ ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ വരണം. ഈ ഒരു കണ്ടീഷനിലാവണം. ഓക്കെ. നമ്മൾ പാലൊഴിച്ച് കറക്റ്റ് പാലിൻ്റെ അളവിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 1/2 കപ്പ് പാലായിരുന്നു എടുത്തിരുന്നത്, അതിലിപ്പോൾ 1/2 കപ്പിൽ നമ്മൾ ഉപയോഗിച്ചത് ഇങ്ങോട്ടല്ലേ, ഇത്രയും പാലാണ്. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷനിലാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് അടിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിൻ്റെ ക്രീമുണ്ട്, ഓൾറെഡി അതിനകത്ത് മധുരമുണ്ട്. ഇനി അധികം മധുരം വേണ്ടുന്നവർക്ക് ഇതിനകത്ത് 2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടും അവസാന ഘട്ടം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മൊത്തം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ആക്കുന്നതിനുള്ള പ്രാരംഭ ഘട്ടം പൂർത്തിയായി. ഇനി ഈ സംഭവം നമ്മൾ പാത്രത്തിലേക്ക്, അതായത് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്.
ബിസ്ക്കറ്റിന്റെ ഈ മിശ്രിതം ഇതിനകത്തേക്കാണ് ഒഴിച്ചു വെക്കുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കുക്കർ ഇതുപോലെ ഗ്യാസിനകത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഇതിനകത്ത് ഒരു തിരിക, ഈ തിരിക ഇതിനകത്ത് വെക്കണം. കാരണം ഇതിന്റെ മുകളിലാണ് നമ്മൾ കേക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ ബാറ്റർ ഇതിനകത്ത് ഒഴിച്ചു വെച്ച് ഇതിന്റെ മുകളിലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സജ്ജീകരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ചു നേരം ആ കുക്കർ ഒന്ന് ചൂടാവട്ടെ. അതിനു മുമ്പേ നമുക്ക് ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ബട്ടർ 4 സൈഡിലേക്ക് ഒന്ന് തേച്ച് വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡിയായി കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പുറത്തോട്ട് എടുക്കാൻ പറ്റാത്ത, അതായത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോവും. ശരിക്കും ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇത് തേച്ച് വെക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിക്കുകയാണ്. നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. കാരണം ഇതിന് ചിലപ്പം എയർ ഹോൾസ് അങ്ങനെ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കണം. ഒന്ന് കുലുക്കി റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോള് ഉണ്ടാവും. അപ്പം കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഓറിയോ ബിസ്ക്കറ്റ് മാത്രമല്ല, ചോക്ലേറ്റിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏതും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബിസ്ക്കറ്റ്. നമ്മൾ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 36 വരും, 1 12 വീതം. അപ്പോൾ ഇനി നമ്മൾ ഇത് കുക്കറിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഓക്കെ ഓക്കെ യെസ്, നമ്മുടെ ബാറ്റർ നേരെ കുക്കറിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള അവസാന പടിയാണ്. ഇനി ഇതൊന്ന് ആവിക്കിട്ട് നമുക്കൊരു കൃത്യം ഒരു 20-25 മിനിറ്റോളം ഇതിനകത്ത് എടുക്കും. ചെറിയ ഫ്ലെയിമിൽ അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. തുറന്നോ. സംഭവം ഞെട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഇതിന്റെ നടുക്കെന്തോ ഒരു പ്രത്യേക അടയാളം വന്നിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ ഈ പണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത് കണ്ടുപിടിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ. എന്തായാലും സംഭവം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം തണുപ്പിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ കേക്ക് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ചെറിയൊരു പരിപാടി കൂടിയുണ്ട്, വിപ്പിംഗ് ക്രീം. ഈ സംഭവം നമുക്കറിയാലോ, കേക്കുകളുടെ മുകളിൽ ക്രീമൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്നാലും അത് കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പൊ അതൊന്ന് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തണിയാൻ വെച്ച കേക്ക് ഉണ്ടല്ലോ, അത് ഇനി പുറത്തേക്ക് എടുക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇത് പൊടിയാതെ പുറത്തോട്ട് എടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നോക്കാം. വാവ്, അങ്ങനെ നമ്മൾ കേക്ക് പുറത്തോട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ കേക്ക് വളരെ കൃത്യമായി നമ്മുടെ പാത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആക്കി വെച്ച കേക്കിന്റെ മുകളിൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് തരം ചോക്ലേറ്റും മതി. അതുകൊണ്ട് ജസ്റ്റ് മുകളിൽ ഇതുപോലെ ഒന്ന് ചീയിടുക. അപ്പൊ നമ്മള് ഫ്രിഡ്ജിലോട്ട് നമ്മുടെ കേക്ക് വെച്ചിരിക്കുവാണ്. ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുന്നത് നന്നായിരിക്കും. എത്രാമത്തെ പറഞ്ഞാണ്? അങ്ങനെ അവസാനം നമ്മുടെ പരിശ്രമം ഒരു പകുതി വിഫലമായി എന്ന് പറയാം. എങ്കിൽ കൂടിയും കേക്ക് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സെനമോളുടെ
2ാം പിറന്നാൾ ആഘോഷമാണ്. കണ്ടല്ലോ മോളെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ? ചോദിക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവരുമായി ഇന്ന് ബൈ പറഞ്ഞു പിരിയുന്നു. സെന, സിയോൺ ആൻഡ് നിങ്ങളുടെ സ്വന്തം ബൈജൂസ്. ബൈ ബൈ.